ഇത് നമുക്ക് നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കാണാം. ഞാനൊരു പാനിലേക്ക് ഒരു സവാള കൊത്തിയരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞതും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു ബോളിലേക്ക് ഒരു 4 സ്ലൈസ് ബ്രെഡാണ് ചേർക്കുന്നത്. അതിലേക്ക് ഈ സവാള വഴറ്റിയതും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അതൊന്ന് നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് അളവിലുള്ള റവയാണ് ചേർക്കുന്നത്. ഈ റവ വറുത്തതോ വറുക്കാത്തതോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് ഇനിയും ഉപ്പ് വേണമെന്നുണ്ടോയെന്ന് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ അതും കൂടെ ചേർത്തെടുക്കുക. ഇനി നല്ല ഫ്രഷായിട്ടുള്ള കുറച്ച് കറിവേപ്പില കൂടെ ഇതിലേക്ക് ചേർക്കുക. ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ചൂടായ എണ്ണയിലേക്കിട്ട് തിരിച്ചും മറിച്ചും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല അടിപൊളിയാണ്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ചായ അടുപ്പത്ത് വെച്ച് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.